യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരങ്ങൾക്കും പുതിയൊരു പ്രഭാതത്തിൻ്റെ ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസത്തിൻ്റെ എല്ലാവിധ ആശംസകളും നൽകുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം ജ്ഞാനത്തിൻ്റെ പുസ്തകം 18-ാം അധ്യായം 22-ാം തിരുവചനം. അവൻ ക്രോധത്തെ ശമിപ്പിച്ചത് കായബലത്താലോ ആയുധശക്തിയാലോ അല്ല, ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ വാഗ്ദാനവും ഉടമ്പടിയുമനുസരിച്ച് തൻ്റെ വചനത്താൽ അവൻ ശിക്ഷകനെ ശാന്തനാക്കി. ദൈവത്തോട് മല്ലടിക്കാൻ ഇറങ്ങുന്ന, സ്വന്തം സഹോദരങ്ങളോട് ക്രൂരത ചെയ്യുവാൻ ഇറങ്ങുന്ന വ്യക്തികളുടെ ശാന്തതയിലേക്ക് അവരെ നയിക്കുവാൻ ദൈവം വചനമാണ് ഉപയോഗിക്കുന്നത്. ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന യുദ്ധത്തിൽ രാഷ്ട്രത്തലവന്മാരെ, യുദ്ധത്തിനു വേണ്ടി ദാഹിക്കുന്നവരെ ശാന്തനാക്കുവാൻ സർവശക്തനായ ദൈവം ഇന്ന് വചനമയച്ച് ഭരണാധികാരികളെ ശാന്തരാക്കുന്നതിന് ദൈവത്തിന് കോടാനുകോടി നന്ദി പറയാം. ദൈവനാമത്തിൽ യുദ്ധം പൂർണ്ണമായി മാറി ഈ ഭൂമിയിൽ ശാന്തിയും സമാധാനവും കൈവരിക്കുന്നതിനായി സർവശക്തനായ ദൈവം ഇന്ന് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. പരീക്ഷയുടെ ഭീതിയിൽ ആയിരിക്കുന്ന എല്ലാ മക്കളെയും ദൈവം ഇന്ന് ശാന്തരാക്കി വിജയം നൽകി നല്ലവണ്ണം പരീക്ഷ എഴുതിക്കുന്നതിന് അവരെ ഒരുക്കുന്നതിന് നമുക്ക് പ്രാർത്ഥിക്കാം. കലഹത്തോടെ കഴിയുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകുവാൻ ദൈവം വചനമയച്ച് ഇന്ന് കുടുംബങ്ങളെ ശാന്തരാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ടെൻഷനും ആകുലതകളും മൂലം വിഷമിക്കുന്ന വ്യക്തികളെ ശാന്തരാക്കുവാൻ ദൈവവചനം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും ആ പ്രശ്നങ്ങളെ തരണം ചെയ്യുവാനുള്ള ശക്തി ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് ലഭിക്കും. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ഈ നിമിഷം ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കാം. അവരുടെ ജീവിതത്തിൽ സമാധാനവും ശാന്തിയും നിറയുവാൻ ഇന്നത്തെ ദിവസം നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവ് ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ വചനത്താൽ ഇന്ന് യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. രാഷ്ട്രത്തലവന്മാരെ ശാന്തരാക്കുവാൻ കർത്താവിൻ്റെ മുന്നിൽ നമുക്ക് മുട്ടുകുത്താം. യുദ്ധഭീതിയിലായിരിക്കുന്ന എല്ലാ മക്കൾക്കും സമാധാനം ലഭിക്കുവാൻ ദൈവത്തിൻ്റെ മുന്നിൽ കൈകൾ ഉയർത്താം. ദൈവവചനം ശക്തിയുള്ളതാണ്. ആ ദൈവവചനത്താൽ ഇന്ന് ദിവസം ദൈവം ഇടപെട്ട് ഈ ഭൂമിയിൽ നിന്നും
യുദ്ധത്തിൻ്റെ എല്ലാ പുകകളും മാറ്റി ശാന്തിയും സമാധാനവും നിറയ്ക്കുവാൻ രാഷ്ട്രത്തലവന്മാർ പരസ്പരം സംസാരിച്ച് യുദ്ധം നിർത്തുവാൻ വേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഒരു നിമിഷമായിരിക്കാം. സമാധാനപ്രിയനായ നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.